വർഷങ്ങൾ കടന്നുപോയി. ലോകത്തിൽ സമാധാനം തിരിച്ചു വന്നു. എന്നാൽ ദ്വാരകായുടെ ഹൃദയത്തിനുള്ളിൽ അഹങ്കാരം തിളച്ചുമറിയുകയായിരുന്നു. യാദവന്മാർ പ്രഭാസയിൽ ഒരു വലിയ ഉത്സവത്തിനായി ഒത്തുകൂടി. വീഞ്ഞൊഴുകി, ഗാനങ്ങൾ രാത്രി മുഴുവൻ നിറഞ്ഞു. എന്നാൽ മദ്യത്തോടൊപ്പം അഹങ്കാരവും വന്നു. പാണ്ഡവ പിന്തുണക്കാരനായ സത്യകി കൃതവർമ്മയെ പരിഹസിച്ചു. നിങ്ങളൊരു ഭീരുവിനെ പോലെ ഉറങ്ങുന്ന കുട്ടികളെ കൊന്നു. കൃതവർമ്മ തക്കതായ മറുപടി പറഞ്ഞു. ഭൂരിശ്രവണന്റെ കൈകൾ മുറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അവനെ കൊന്നത്. ബഹുമാനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. വാക്കുകൾ യുദ്ധമായി മാറി, മുഷ്ടികൾ ആയുധങ്ങളായി. ആ ലഹരിയുടെ ആവേശത്തിൽ സത്യകി തന്റെ വാളെടുത്ത് കൃതവർമ്മയെ കൊന്നു. ഒരു ദ്രുത പ്രഹരത്തിലൂടെ വൃദ്ധയോദ്ധാവിന്റെ തലയറുത്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. യാദവന്മാർ പരസ്പരം ഏറ്റുമുട്ടി. യുദ്ധത്തിനു ശേഷം പറഞ്ഞ ഗാന്ധാരിയുടെ ശാപം അങ്ങനെ സത്യമായി. നിന്റെ കുലം സ്വയം നശിക്കും. പ്രഭാസിയുടെ മണ്ണ് യാദവരുടെ രക്തം കുടിച്ചു. കൃതവർമ്മയുടെ തല ആദ്യത്തേതിലൊന്നായി കിടന്നു. അതൊരു പാപവൃത്തിക്ക് തലമുറകളോളം പ്രതിധ്വനിക്കാൻ കഴിയുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു.